1975 റേഞ്ചിൽ സോഫ്റ്റ് കോട്ട ഫാബ്രിക്കിൽ ലക്നവി എംബ്രോയ്ഡറി ആയിട്ടുള്ള സെറ്റാണ് കാണുന്നത്. ലക്നവി എംബ്രോയ്ഡറി വരുന്നത് നമുക്ക് ലൈറ്റ് ആൻഡ് ഡാർക്ക് ടോണിലേക്കാണ് എംബ്രോയ്ഡറി വരുന്നത്. 4 കളേഴ്സാണ് വരുന്നത്. 4ഉം നല്ല രസമായിട്ടുള്ള ഷെയ്ഡ്സ് ആണ്. ഫസ്റ്റ് ലാവൻഡർ ടോൺ വരും. എംബ്രോയ്ഡറി പാറ്റേൺ ഇങ്ങനെയാണ് വന്നേക്കുന്നത്. സിൽക്ക് കോട്ടൺ ബോട്ടം, സോഫ്റ്റ് ഫാബ്രിക് ആണ്. ദുപ്പട്ടയും സെയിം ഫാബ്രിക്കിൽ തന്നെ വരും. പിന്നെ നമുക്ക് നല്ലൊരു യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട്, ഗ്രീൻ കളർ വരുന്നുണ്ട്. ലാസ്റ്റ് കണ്ടേക്കുന്ന ബേബി പിങ്ക് ടോൺ ആണ്. നല്ല ഭംഗിയായിട്ടുള്ള സൽവാസ് ആട്ടോ. അപ്പോൾ ഇതിൻ്റെ കളക്ഷൻ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുവെക്കാം. സൽവാർ സെറ്റിൻ്റെ ഫസ്റ്റ് പാറ്റേൺ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. നല്ലൊരു ലാവൻഡർ ടോണിലാണ് ഈ സെറ്റ് വന്നേക്കുന്നത്. ടോപ്പ് വരുമ്പോൾ യോക്കിലും വർക്ക് വരുന്നുണ്ട്. താഴേക്ക് അവിടെ ഇവിടെ ആയിട്ട് കുഞ്ഞു കുഞ്ഞ് വർക്ക് പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ലക്നവി എംബ്രോയ്ഡറി ആണ് ചെയ്തേക്കുന്നത്. ലൈറ്റ് ആൻഡ് ഡാർക്ക് ടോണിലേക്കാണ് ഇതിൻ്റെ എല്ലാ എംബ്രോയ്ഡറിയും പോയേക്കുന്നത്. ബോട്ടം നമുക്ക് കോട്ടൺ ബോട്ടം ആണ്. ദുപ്പട്ട വരുമ്പം ഇതാണ് ദുപ്പട്ടയുടെ ഒരു ക്ലോസർ ലുക്ക് വന്നേക്കുന്നത്. ചെറിയ ഫ്ലവർ എംബ്രോയ്ഡറിയും 4 സൈഡിൽ ക്രോഷ്യയുടെ ലേസും. എൻഡിലേക്ക് വരുമ്പോൾ ദുപ്പട്ടയുടെ എൻഡിലേക്ക് വരുമ്പോൾ കുറച്ച് ബോർഡർ നല്ല തിക്കായിട്ടാണ് എംബ്രോയ്ഡറി പാറ്റേൺ ചെയ്തേക്കുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു സ്യൂട്ടിൻ്റെ ഓവറോൾ ലുക്ക് നമുക്ക് വന്നത്. നമ്മൾ കാണുന്നത് നല്ല ഭംഗിയായിട്ടുള്ളൊരു പിങ്ക് ടോണിൽ വരുന്ന സൽവാർ സെറ്റാണ്. ഇതിലും സെയിം പാറ്റേൺ തന്നെയാട്ടോ വന്നേക്കുന്നത്. ഈ ഒരു ഡാർക്ക് പിങ്കും വൈറ്റും കൂടെ കളർ കോമ്പിനേഷനിൽ വരും. അതുപോലെ ദുപ്പട്ടയിൽ നമുക്ക് വരുമ്പോൾ ദുപ്പട്ടയുടെ എൻഡിൽ ഒരു ബോർഡർ കൂടെ കൊടുത്തിട്ടാണ് ഈ ഒരു സൽവാർ സെറ്റ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് സെയിം പാറ്റേൺ നല്ല ഭംഗിയായിട്ടുള്ള ഗ്രീൻ കളർ ടോണിലാണ് വന്നേക്കുന്നത്. സെയിം പാറ്റേൺ ലൈറ്റ് യെല്ലോ ടോണിലാണ് ഈ സെറ്റ് വന്നേക്കുന്നത്.